നമ്മൾക്കെല്ലാവർക്കും അറിയാം, വേദങ്ങൾ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ്. 4 വേദങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നതും ആദ്യം എഴുതപ്പെട്ടതും ഋഗ്വേദമാണെന്നാണ് കരുതി പോരുന്നത്. ഋഗ്വേദത്തിന് ഏകദേശം 6000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ഭാരതീയ പണ്ഡിതർ വിശ്വസിക്കുന്നത്. ഋഗ്വേദത്തിൽ പ്രകാശവേഗതയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ടോ? പ്രകാശത്തിന്റെ വേഗത ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്നും പ്രപഞ്ചത്തിൽ മറ്റൊന്നിനും പ്രകാശവേഗതയെ മറികടക്കാനാവില്ലെന്നും നമുക്കറിയാം. പ്രകാശത്തിന്റെ വേഗത തിട്ടപ്പെടുത്തിയിട്ട് ഏകദേശം 150 വർഷമേ ആവുന്നുള്ളൂ. 6000 വർഷം പഴക്കമുള്ള ഋഗ്വേദത്തിൽ പ്രകാശവേഗതയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു അത്ഭുതം വേറെ ഉണ്ടാവില്ലല്ലോ. ഇതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ഋഗ്വേദം 1:50 4-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: സൂര്യദേവ, നീ വേഗതയിൽ എല്ലാവരെയും മറികടക്കുന്നു. നീ എല്ലാവർക്കും ദൃശ്യനാണ്, പ്രകാശത്തിന്റെ ഉറവിടമാണ്, ആകാശം മുഴുവൻ പ്രകാശിക്കുന്നവനുമാണ്. ഇവിടെ പറയുന്നത് സൂര്യൻ വേഗതയിൽ എല്ലാവരെയും മറികടക്കുന്നുവെന്നാണ്. പ്രകാശവേഗതയെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് ഈ സൂക്തത്തിന്റെ ഭാഷ്യത്തിലാണ്. നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിക്കാം. ഈ ഋഗ്വേദ ഭാഷ്യം എഴുതിയത് 1300കളിൽ ജീവിച്ചിരുന്ന സായണാചാര്യൻ എന്ന സംസ്കൃത പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയ ഈ ശ്ലോകം ഒന്ന് നോക്കൂ. തഥാച സ്മര്യതേ യജനാന സഹസ്രേ ദ്വേ ശതേ ദ്വേ ച യോജനേ ഏകേനം നിമിഷാർദ്ധേന ക്രമമാന നമോസ്തുതേ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം: അഗാധമായ ആദരവോടെ അർദ്ധനിമിഷത്തിൽ 2202 യോജന സഞ്ചരിക്കുന്ന സൂര്യദേവനെ ഞാൻ നമിക്കുന്നു എന്നാണ്. ഇവിടെ പ്രകാശം അർദ്ധനിമിഷത്തിൽ 2202 യോജന സഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അർദ്ധനിമിഷം എത്രയാണെന്നും അറിയില്ല, യോജന എത്രയാണെന്നും അറിയില്ല. പക്ഷേ ഈ 2 അളവുകളും മഹാഭാരതത്തിലും വിഷ്ണു പുരാണത്തിലും വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. മഹാഭാരതത്തിലെ ശാന്തിപർവ്വത്തിൽ 1 നിമിഷം എത്ര സമയമാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ശരിക്കും നിമിഷം എന്ന പദത്തിന്റെ അർത്ഥം കണ്ണിമകൾ 1 തവണ അടച്ചു തുറക്കാനുള്ള സമയമാണ്. അതിനെപ്പറ്റി വ്യാസൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 15 നിമിഷങ്ങൾ കണ്ണിന്റെ ഒരു കാഷ്ടയാണ്, 30 കാഷ്ടകൾ ഒരു കാലവും, 30 കാലവും ഒരു കാലത്തിന്റെ 1/10 ഭാഗവും ചേർന്നാൽ ഒരു മുഹൂർത്തമാകും. 30 മുഹൂർത്തങ്ങൾ ഒരു രാവും പകലും ഉണ്ടാക്കുന്നു. 30 ദിനരാത്രങ്ങളെ ഒരു മാസമെന്നും 12 മാസങ്ങളെ ഒരു വർഷമെന്നും പറയുന്നു. ഈ പറഞ്ഞതിൽ നിന്ന് നിമിഷം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം, ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണുള്ളത്. അതായത് 24 മണിക്കൂർ എന്നത് 30 മുഹൂർത്തങ്ങൾ ചേർന്നതാണ്. ഓരോ മുഹൂർത്തത്തിലും 30.1 കാലങ്ങളുണ്ട്. ഓരോ കാലത്തിലും 30 കാഷ്ടകളുണ്ട്. ഓരോ കാഷ്ടയിലും 15 നിമിഷങ്ങളുണ്ട്. അതായത് 24 മണിക്കൂറിൽ 4,63,050 നിമിഷങ്ങളുണ്ട്. ഈ 24 മണിക്കൂറിനെ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 86,400 കിട്ടും. അതായത് 4,63,050 നിമിഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 86,400 സെക്കൻഡുകളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ 0.2126 സെക്കൻഡ്സ് ആണ്. ഇനി നമുക്ക് യോജന എന്ന് പറഞ്ഞാൽ എത്ര ദൂരമാണെന്ന് നോക്കാം. ഇത് പറഞ്ഞിരിക്കുന്നത് വിഷ്ണു പുരാണത്തിലാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ടേബിൾ ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് അളവുകളെ പറ്റി പറയുന്നുണ്ട്. ഈ അളവുകളൊന്നും തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന അങ്കുലം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മൗര്യ സാമ്രാജ്യകാലത്തെ പല ചിത്രങ്ങളെപ്പറ്റിയും ശില്പങ്ങളെ പറ്റിയൊക്കെ പഠിച്ചപ്പോൾ പല ആർക്കിയോളജിസ്റ്റുകളും മെട്രോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ഒരങ്കുലം എന്ന് പറഞ്ഞാൽ 1.763 സെന്റിമീറ്റേഴ്സ് ആണെന്നാണ്. പിന്നീട് പല സംസ്കാരങ്ങളെ പറ്റിയൊക്കെ പഠനം നടന്നപ്പോൾ എല്ലായിടത്തും ഈയൊരളവാണ് ഒരങ്കുലമായി കണക്കാക്കിയിരുന്നതെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരങ്കുലം എന്നത് 1.763 സെന്റിമീറ്റേഴ്സ് ആണെങ്കിൽ ഒരു യോജന നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്തൂടെ? അതായത് ഒരു യോജന എന്നത് 13,53,984 സെന്റിമീറ്റേഴ്സ് ആണ്. ഇതിനെ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു യോജന എന്ന് പറഞ്ഞാൽ 13.54 കിലോമീറ്റേഴ്സ് വരും. ഇപ്പൊ നമുക്ക് നിമിഷം എത്ര സമയമാണെന്നും അറിയാം, യോജന എത്ര ദൂരമാണെന്നും അറിയാം. ഇനി നമുക്ക് ആ ഋഗ്വേദ ഭാഷ്യം ഒന്നുകൂടെ നോക്കാം. ഇതിൽ പറയുന്നത് അർദ്ധനിമിഷത്തിൽ 2202 യോജന പ്രകാശം സഞ്ചരിക്കുമെന്നാണ്. അർദ്ധനിമിഷം എന്ന് പറഞ്ഞാൽ നിമിഷത്തിന്റെ പകുതി. അതായത് 0.1063 സെക്കൻഡ്സ് ആണ് അർദ്ധനിമിഷം. 0.1063 സെക്കൻഡ്സ് കൊണ്ട് 2202 യോജന, അതായത് 29,814 കിലോമീറ്റർ പ്രകാശം സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ പ്രകാശം 2,80,477 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. മോഡേൺ സയൻസ് പറയുന്നത് പ്രകാശത്തിന്റെ വേഗത 2,99,792 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്നാണ്. 3 ലക്ഷം എന്നത് നമ്മൾ ജസ്റ്റ് റൗണ്ട് ചെയ്ത് പറയുന്നതാണ്. ഋഗ്വേദം അനുസരിച്ചിട്ടുള്ള പ്രകാശത്തിന്റെ വേഗത മോഡേൺ സയൻസുമായിട്ട് വെറും 19,000 കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ.
ഒരു മോഡേൺ എക്യുപ്മെന്റിന്റെ സഹായം പോലും ഇല്ലാതെയാണ് ഇത് കണ്ടുപിടിച്ചതെന്നും കൂടി ഓർക്കണം. 6000 വർഷം പഴക്കമുള്ള ഒരു ഗ്രന്ഥത്തിൽ പ്രകാശ വേഗതയെ മറികടക്കാൻ ഒന്നിനുമാവില്ലെന്ന് ആരാണ് എഴുതി വെച്ചത്? ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇത് പ്രൂവ് ചെയ്തത് 1905 മാത്രമാണ്. അതായത് ഏകദേശം 120 വർഷങ്ങൾക്ക് മുമ്പ്. 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സായണാചാര്യൻ ഇത്ര കൃത്യമായി എങ്ങനെയാണ് പ്രകാശത്തിന്റെ വേഗത കണ്ടുപിടിച്ചത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ശാസ്ത്ര സത്യങ്ങൾ നമ്മുടെ വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സനാതനധർമ്മത്തിന്റെ പ്രസക്തി ഇന്നും നിലനിൽക്കുന്നതും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത തവണ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.